അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നേ ദിവസം അറബിയിൽ ലുഗത്തി അൽ അറബിയ എന്നുള്ള നമ്മുടെ കിതാബിലെ 10ാമത്തെ പാഠമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. കിതാബിലേക്ക് നോക്കുക. അദ്ദർസുൽ ആഷിറു, 10ാമത്തെ പാഠം അൽ ഫുത്തൂറു. ഫുത്തൂർ എന്ന് പറഞ്ഞാൽ നോമ്പുതുറ എന്നാണ് അർത്ഥം. നമ്മളെല്ലാവരും റമളാൻ മാസത്തിൽ എല്ലാ ദിവസവും കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നവരായിരിക്കും അല്ലേ? ആ നോമ്പ് നമ്മൾ മഗ്രിബിൻ്റെ അവസരത്തിൽ മുറിക്കാറുണ്ട്. അന്നപാനീയങ്ങളൊക്കെ മഗ്രിബിൻ്റെ സമയത്ത് നമ്മൾ കഴിക്കാറുണ്ട്. ഓക്കെ, സുബ്ഹ് മുതൽ മഗ്രിബ് വരെയാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കാറുള്ളത്. ഏതായാലും നമ്മുടെ വീടുകളിലൊക്കെ മഗ്രിബിൻ്റെ സമയത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുണ്ടാകും അല്ലേ? ആ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള രുചിയുമായിരിക്കും. കാരണം അന്നേ ദിവസം സുബ്ഹ് മുതൽ മഗ്രിബ് വരെ നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടാകൂല, ഒരു പച്ചവെള്ളം പോലും കുടിച്ചിട്ടുണ്ടാകൂല. അങ്ങനെ ആ വിശന്ന് ദാഹിച്ച അവസരത്തിൽ ആ മഗ്രിബിൻ്റെ സമയത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം ലഭിക്കുമ്പോൾ അതിന് വല്ലാത്ത രുചിയായിരിക്കും അല്ലേ? ഏതായാലും നമുക്കെല്ലാവർക്കും ഇപ്പോൾ നോമ്പനുഷ്ഠിച്ച് ശീലമായിട്ടുണ്ടാകും. അത് അത്രത്തോളം വിഷമിപ്പിക്കാത്ത, അത്രത്തോളം ശരീരത്തിന് ക്ഷീണമുണ്ടാക്കാത്ത ഒരു കാര്യമായിരിക്കും ഇപ്പോഴൊക്കെ നോമ്പ് എന്നുള്ളത് അല്ലേ? എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ നോമ്പിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ നോമ്പ് എങ്ങനെയുള്ളതായിരിക്കും? നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരിക്കും. കാരണം വലിയ ആളുകളൊക്കെ നോമ്പനുഷ്ഠിക്കുന്നത് കാണുന്നു. നമ്മളെ കൊണ്ട് മാത്രം നമ്മുടെ ഉമ്മയും ഉപ്പയും ഒന്നും നോമ്പ് നോൽപ്പിക്കുന്നില്ല. ഓക്കെ, ഏതായാലും അപ്പോൾ നമ്മൾ ഉമ്മയോട് പറയും, ഉപ്പയോട് പറയും എനിക്ക് നോമ്പനുഷ്ഠിക്കണമെന്ന് പറയും. എന്നാൽ ഉമ്മയും ഉപ്പയും ഒന്നും അതിനാദ്യമൊന്നും സമ്മതിക്കൂല. കാരണം നീ കുട്ടിയാണ്, നിനക്കതിന് കഴിയൂല എന്നൊക്കെ പറഞ്ഞ് ഉമ്മയും ഉപ്പയും ആദ്യമൊക്കെ കുറേ പിന്തിരിപ്പിക്കാൻ നോക്കും. എന്നാലും നമ്മുടെ വാശി കാരണത്താൽ നമ്മൾ വീണ്ടും വീണ്ടും ഉമ്മയോടും ഉപ്പയോടും ഒക്കെ ആവശ്യപ്പെടും. അങ്ങനെ അവരുടെ സമ്മതം ലഭിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് തുടങ്ങുന്നത്? ജീവിതത്തിൽ ആദ്യമായിട്ട് നോമ്പനുഷ്ഠിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ നോമ്പനുഷ്ഠിച്ചാൽ തന്നെ ആദ്യമൊക്കെ ആവേശത്തിൻ്റെ പുറത്ത് കുറേ അങ്ങ് പോകും. ഓക്കെ, മാക്സിമം ഒരു ഉച്ച വരെയൊക്കെ യാതൊരു കുഴപ്പവുമില്ലാതെ കളിയിലൂടെ, ചിരിയിലൂടെ, ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ നീങ്ങും. പിന്നീട് ഒരു ളുഹ്റൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് ദാഹം വരാൻ തുടങ്ങും അല്ലേ? ദാഹം വരും, എങ്ങനെയെങ്കിലും ഒക്കെ കടിച്ചു പിടിക്കും. അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ഒന്ന് കുളിക്കുമ്പോൾ നമ്മുടെ ക്ഷീണം അല്പമൊക്കെ ഒന്ന് കുറയുമല്ലോ. അങ്ങനെ ഏതായാലും ളുഹ്റോടെ നമുക്ക് ദാഹം വരാൻ തുടങ്ങും. പിന്നീട് ഒരു അസറിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ വല്ലാത്ത വിശക്കാനും തുടങ്ങും അല്ലേ? എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ചു പിടിച്ച് ഉറങ്ങിയിട്ടും, അല്ലെങ്കിൽ കളികളൊക്കെ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ടും, അങ്ങനെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകം ലഭിക്കുകയാണെങ്കിൽ അതൊക്കെ വായിച്ചിട്ടും അങ്ങനെ സമയം അങ്ങ് തള്ളി നീക്കി മഗ്രിബ് വരെ അങ്ങ് എത്തിക്കും. ഓക്കെ, അങ്ങനെയായിരിക്കും നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ള ആദ്യത്തെ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചിട്ടുണ്ടാകുന്നത്, നോമ്പ് പിടിച്ചിട്ടുണ്ടാകുന്നത് അല്ലേ? ഏതായാലും ആദ്യത്തെ ദിവസത്തെ നോമ്പ്, നമ്മുടെ ജീവിതത്തിലുള്ള ആദ്യത്തെ നോമ്പ് എന്നുള്ളത് അന്നത്തെ പകലിന് വല്ലാത്ത ദീർഘമുള്ളതായിട്ട്, അന്നത്തെ പകലങ്ങ് നോറ്റിട്ടും തീരാത്ത ഒരു രൂപം നമുക്കിപ്പോഴും മനസ്സിൽ തെളിയുന്നുണ്ടാകും അല്ലേ? ഏതായാലും അത്തരത്തിലുള്ള ഒരു പാഠഭാഗമാണ് ഒരു കുഞ്ഞ്, നമ്മളെക്കാളും ചെറിയ ഒരു കുഞ്ഞ് തൻ്റെ ആദ്യത്തെ നോമ്പിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പാഠഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, കിതാബിലേക്ക് നോക്കുക. അദ്ദർസുൽ ആഷിറു, 10ാമത്തെ പാഠം അൽ ഫുത്തൂറു, നോമ്പ് തുറ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഏതായാലും നമുക്കതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. طلبت من أبي وأمي أن أصوم يوما من رمضان فقال أبي إنك صغير ضعيف لا تصبر على الجوع والعطش. وقالت أمي هذه أيام صيف والصوم فيها شديد اصبر حتى تكون أيام شتاء. ഓക്കെ, ഒന്ന് നോക്കുക. ത്വലബ്തു, ഒരു കുട്ടി പറയാണ്, ത്വലബ്തു ഞാൻ ആവശ്യപ്പെട്ടു. ഓക്കെ, ത്വലബ എന്നാൽ തേടി, ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം. അതിനെ ത്വലബ്തു എന്നാക്കിയാൽ ഞാൻ ആവശ്യപ്പെട്ടു. മിൻ അബി വ ഉമ്മി, എൻ്റെ ഉപ്പയിൽ നിന്നും എൻ്റെ ഉമ്മയിൽ നിന്നും എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പയോടും ഉമ്മയോടും ഞാൻ ആവശ്യപ്പെട്ടു. ഓക്കെ, അബുൻ എന്നാൽ ഉപ്പ, ഉമ്മുൻ എന്നാൽ ഉമ്മ, അബി, ഉമ്മി എന്നൊക്കെ അവിടെ ഒരു യാ കൂടി ഇട്ടാലോ, എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ത്വലബ്തു മിൻ അബി വ ഉമ്മി, എൻ്റെ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും ഉമ്മയോടും ഉപ്പയോടും ഞാൻ ആവശ്യപ്പെട്ടു. അൻ അസൂമ യൗമൻ മിൻ റമളാൻ,
സോമ എന്ന് പറഞ്ഞാൽ നോമ്പനുഷ്ഠിച്ചു എന്നാണ് അർത്ഥം. നോമ്പ് പിടിച്ചു, നോമ്പ് എടുത്തു, നോമ്പ് നോറ്റു എന്നൊക്കെ വ്യത്യസ്ത ഭാഗങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അൻ അസൂമ എന്ന് പറഞ്ഞാലോ ഞാൻ നോമ്പ് പിടിക്കാൻ, ഞാൻ നോമ്പനുഷ്ഠിക്കാൻ ഞാൻ എൻ്റെ ഉപ്പയോടും ഉമ്മയോടും ആവശ്യപ്പെട്ടു. യൗമൻ മിൻ റമളാൻ, റമളാൻ മാസത്തിൽ നിന്നുള്ള ഒരു ദിവസം. അപ്പോൾ റമളാൻ മാസത്തിലെ ഒരു ദിവസം ഞാൻ നോമ്പനുഷ്ഠിക്കാൻ ഉമ്മയോടും ഉപ്പയോടും ആവശ്യപ്പെട്ടു. അപ്പോൾ ഫഖാല അബി, അപ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞു. ഫഖാല, അപ്പോൾ പറഞ്ഞു. അബി, എൻ്റെ ഉപ്പ പറഞ്ഞു. ഇന്നക സഗീറുൻ ലഈഫുൻ ലാ തസ്ബിറു അലൽ ജൂഇ വൽ അതശ്. ഓക്കെ, സാധാരണ എല്ലാ ഉപ്പമാരും പറയാറുള്ളത് പോലെ തന്നെ ഇന്നക തീർച്ചയായിട്ടും നീ, ഇന്ന എന്നാൽ തീർച്ചയായും, അതിനോടൊപ്പം ക എന്ന് ചേർത്താൽ തീർച്ചയായിട്ടും നീ, സഗീറുൻ ചെറിയവനാണ്, ലഈഫുൻ ബലഹീനനാണ്, ലാ തസ്ബിറു നീ ക്ഷമിക്കുകയില്ല. സ്വബറ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു, സഹിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ലാ തസ്ബിറു എന്ന് പറഞ്ഞാലോ നീ ക്ഷമിക്കുകയില്ല. അലൽ ജൂഇ വൽ അതശി. ഓക്കെ, ജൂഉൻ എന്നാൽ വിശപ്പ് എന്നാണ് അർത്ഥം. അതശുൻ എന്നാലോ ദാഹം എന്നാണ് അർത്ഥം. അപ്പോൾ ലാ തസ്ബിറു അലൽ ജൂഇ വൽ അതശ്, നീ വിശപ്പിൻ്റെയും എന്നുള്ളതുപോലെ ദാഹത്തിൻ്റെ മേലും ക്ഷമിക്കുകയില്ല. അപ്പോൾ നീ ചെറിയവനാണ്, നീ ബലഹീനനാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയൂല, അതുകൊണ്ട് നീ നോമ്പ് അനുഷ്ഠിക്കണ്ട എന്നാണ് എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞത്. ഇനി വഖാലത്ത് ഉമ്മി, അതിനുശേഷം എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു. ഹാദിഹി അയ്യാമു സൈഫിൻ വസ്സൗമു ഫീഹാ ഷദീദുൻ. ഹാദിഹി ഇത്, അയ്യാമു സൈഫിൻ ചൂടുകാലത്തിലെ ദിവസങ്ങളാണ്. സൈഫുൻ എന്നാൽ ചൂടുകാലം എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഷിതാഉൻ എന്നുള്ളത് തണുപ്പുകാലം എന്നർത്ഥം. അപ്പോൾ ഹാദിഹി അയ്യാമു സൈഫിൻ, ഇത് ചൂടുകാല ദിവസങ്ങളാണ്. വസ്സൗമു ഫീഹാ ഷദീദുൻ, അത്തരം ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് ഷദീദുൻ വളരെ കഠിനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചൂടുകാലമാകുമ്പോൾ നമുക്ക് ക്ഷീണം കൂടും, നമ്മുടെ ദാഹം കൂടും, വിശപ്പ് അധികരിച്ചുണ്ടാകും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ചൂടുകാലമായതിനാൽ തന്നെ ഇപ്പോൾ നോമ്പനുഷ്ഠിക്കൽ വല്ലാത്ത പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ബിർ ഹത്താ തകൂന അയ്യാമു ശിതാഇൻ, ഇസ്ബിർ നീ ക്ഷമിക്കൂ. സബറ എന്നുള്ളതിൻ്റെ അമ്രാണ് ഇസ്ബിർ എന്നുള്ളത്, നീ ക്ഷമിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇസ്ബിർ നീ ക്ഷമിക്കൂ. ഹത്താ തകൂന അയ്യാമു ശിതാഇൻ, തണുപ്പുകാല ദിവസങ്ങൾ ആകുന്നതുവരെ. അപ്പോൾ തണുപ്പുകാലം വരുന്നതുവരെ നീ ഒന്ന് ക്ഷമിച്ച് നിൽക്ക്, തണുപ്പുകാലമായിട്ട് നമുക്ക് നോമ്പനുഷ്ഠിക്കാം എന്നാണ് ഉമ്മ ആ കുട്ടിയോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും വിട്ടുകൊടുക്കാൻ ആര് തയ്യാറായിരുന്നില്ല? ആ കുട്ടി തയ്യാറായിരുന്നില്ല. ആ കുട്ടി പറയുന്നത് കേൾക്കൂ. വലാകിന്നി ബകൈതു വഖുൽതു ഖദ് സാമ മഹ്മൂദുൻ വഹുവ ഫീ സിന്നി വഖദ് സാമ ഇസ്മാഈലു വഹുവ അസ്ഗറു മിന്നി വലിമാദാ അൻതളിറു അന. ഓക്കെ, വലാകിന്നി പക്ഷേ ഞാൻ, ലാകിന്ന എന്നാൽ പക്ഷേ, വലാകിന്നി എന്ന് പറഞ്ഞാലോ പക്ഷേ ഞാൻ, ബകൈതു ഞാൻ കരഞ്ഞു. അപ്പോൾ ഉമ്മയും ഉപ്പയും ഒന്നും എന്നെ നോമ്പനുഷ്ഠിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ബകൈതു ഞാൻ കരഞ്ഞു. ബക എന്ന് പറഞ്ഞാൽ കരഞ്ഞു എന്നാണ് അർത്ഥം. അതിനെ ബകൈതു എന്നാക്കിയാൽ ഞാൻ കരഞ്ഞു എന്നാകും അർത്ഥം. ഓക്കെ, വലാകിന്നി ബകൈതു വഖുൽതു എന്നിട്ട് ഞാൻ പറഞ്ഞു. ഖാല എന്നാൽ പറഞ്ഞു, ഖുൽതു എന്നാലോ ഞാൻ പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞത്? ഖദ് സാമ മഹ്മൂദുൻ വഹുവ ഫീ സിന്നി, ഖദ് സാമ മഹ്മൂദുൻ തീർച്ചയായിട്ടും മഹ്മൂദ് എന്നുള്ള എൻ്റെ കൂട്ടുകാരൻ നോമ്പെടുത്തിട്ടുണ്ട്. ഖദ് സാമ തീർച്ചയായിട്ടും നോമ്പെടുത്തിട്ടുണ്ട്. മഹ്മൂദ് എന്നുള്ള കുട്ടി. വഹുവ ഫീ സിന്നി, വഹുവ ആ മഹ്മൂദ്, ഫീ സിന്നി എൻ്റെ വയസ്സിലാണ്, എൻ്റെ പ്രായത്തിലാണ്. സിന്നുൻ എന്നാൽ വയസ്സ്, പ്രായം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എൻ്റെ അതേ പ്രായമുള്ള മഹ്മൂദ് എന്ത് ചെയ്തിട്ടുണ്ടല്ലോ? നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ എന്നുള്ളതുപോലെ വഖദ് സാമ ഇസ്മാഈലു തീർച്ചയായിട്ടും ഇസ്മായിൽ എന്നുള്ള എൻ്റെ കൂട്ടുകാരനും നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ എന്ന് മാത്രമല്ല, വഹുവ അസ്ഗറു മിന്നി, വഹുവ ആ ഇസ്മായിൽ എന്നുള്ളവൻ അസ്ഗറു ചെറിയവനാണ്. അസ്ഗർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയവൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ വഹുവ ആ ഇസ്മായിൽ എന്നുള്ളവൻ അസ്ഗറു മിന്നി എന്നേക്കാളും ചെറിയവനാണ്. ഓക്കെ, അപ്പോൾ എന്നേക്കാൾ ചെറുപ്രായക്കാരനായിട്ടുള്ള ഇസ്മായിലും എൻ്റെ അതേ വയസ്സുള്ള മഹ്മൂദും ഒക്കെ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടല്ലോ. വലിമാദാ അൻതളിറു അന,
പിന്നെ എന്തിനാണ് ഞാൻ മാത്രം ഇങ്ങനെ കാത്തിരിക്കുന്നത്? വലിമാദ എന്തിന് വേണ്ടിയിട്ടാണ്? അന്തളിറു ഞാൻ കാത്തിരിക്കുന്നത്. അന എന്ന് പറഞ്ഞാലും ഞാൻ എന്നാണ് അർത്ഥം. ഓക്കെ, ഇൻതളറ എന്നാൽ കാത്തിരുന്നു എന്നാണ് അർത്ഥം. അതിനെ അന്തളിറു എന്നാക്കിയാൽ ഞാൻ കാത്തിരുന്നു എന്നാകും അർത്ഥം, ഞാൻ കാത്തിരിക്കുന്നു എന്നാകും അർത്ഥം. ഓക്കെ, അപ്പോൾ വലിമാദ അന്തളിറു അന, മഹ്മൂദും ഇസ്മായിലും ഒക്കെ നോമ്പനുഷ്ഠിച്ച സ്ഥിതിക്ക് പിന്നെ ഞാൻ മാത്രം എന്തിനാണ് തണുപ്പ് കാലമാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് എന്നാണ് ഈ കുട്ടി സ്വന്തം ഉമ്മയോടും ഉപ്പയോടും ചോദിക്കുന്നത്. ഇനിയും ആര് പറയാണ്? ആ കുട്ടി പറയാണ്, വഖദ് റഅയ്തു മഹ്മൂദൻ ലമ്മാ സാമ ലബിസ ലിബാസൻ ജദീദൻ വസുനിഅത് ലഹു അത്ഇമത്തുൻ ലദീദ വഖദ്ദമ ലഹു അഖാരിബുഹു ഹദായ വജവായിസ് വജ്തമഅ നാസുൻ കസീറുൻ വകാന മഹ്മൂദുൻ ലഹു ഷറഫുൻ കുല്ലുൻ യതഹാദസു മഅഹു വയുഖർരിബുഹു ഇലൈഹി. ഓക്കെ, ഇനി മഹ്മൂദ് എന്നുള്ള തൻ്റെ കൂട്ടുകാരൻ നോമ്പനുഷ്ഠിച്ചപ്പോൾ അവൻ്റെ ആ നോമ്പിനെ കുറിച്ചാണ് ഇനി ആര് പറയുന്നത്? ഈ കുട്ടി തൻ്റെ മാതാപിതാക്കളോട് പറയുന്നത്. ഓക്കെ, വഖദ് റഅയ്തു തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്, മഹ്മൂദിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ലമ്മാ സോമ മഹ്മൂദ് നോമ്പനുഷ്ഠിച്ചപ്പോൾ മഹ്മൂദിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ? ലബിസ ലിബാസൻ ജദീദൻ, ലബിസ എന്നാൽ ധരിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ലബിസ എന്ന് പറയാറുള്ളത്. ലിബാസുൻ എന്ന് പറഞ്ഞാലോ വസ്ത്രം, ജദീദുൻ എന്നാലോ പുതിയ എന്നാണ് അർത്ഥം. അപ്പോൾ വഖദ് റഅയ്തു മഹ്മൂദൻ തീർച്ചയായിട്ടും മഹ്മൂദിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ലമ്മാ സോമ അവൻ നോമ്പനുഷ്ഠിച്ചപ്പോൾ, ലബിസ ലിബാസൻ ജദീദൻ അവൻ പുതിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, വസുനിഅത് ലഹു അത്ഇമത്തുൻ ലദീദത്തുൻ. സ്വനഅ എന്ന് പറഞ്ഞാൽ പാകം ചെയ്തു, ഉണ്ടാക്കി എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അതിനെ സുനിഅ എന്നാക്കിയാലോ പാകം ചെയ്യപ്പെട്ടു എന്നാകും അർത്ഥം. നമ്മൾ ഫഅല എന്നുള്ളതിൻ്റെ മജ്ഹൂല് ഫുഇല എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ തന്നെയാണ് സ്വനഅ എന്നുള്ളതിനെ സുനിഅ എന്നാക്കുന്നത്. അപ്പോൾ വസുനിഅത് ലഹു ആ മഹ്മൂദിന് വേണ്ടിയിട്ട് പാകം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത്ഇമത്തുൻ ലദീദത്തുൻ രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ. തആമുൻ എന്നുള്ളതിൻ്റെ ജംആണ്, അത്ഇമത്തുൻ എന്നുള്ളത് ഭക്ഷണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ലദീദുൻ അല്ലെങ്കിൽ ലദീദത്തുൻ എന്നൊക്കെ പറഞ്ഞാൽ രുചിയുള്ള എന്നാണ് അർത്ഥം. അപ്പോൾ വസുനിഅത് ലഹു അത്ഇമത്തുൻ ലദീദത്തുൻ മഹ്മൂദിന് വേണ്ടിയിട്ട് വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, വഖദ്ദമ ലഹു അഖാരിബുഹു ഹദായ വജവായിസ. ഖദ്ദമ എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചു, നൽകി എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അഖാരിബ് എന്ന് പറഞ്ഞാലോ കുടുംബക്കാർ എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞിട്ട് ഹദായ വജവായിസ് എന്ന് നമ്മൾ കണ്ടല്ലോ. ഹദിയത്തുൻ എന്നുള്ളതിൻ്റെ ജംആണ് ഹദായ എന്നുള്ളത് പോലെ ജായിസത്തുൻ എന്നുള്ളതിൻ്റെ ജംആണ് ജവായിസ് എന്ന് പറയുന്നത് സമ്മാനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, സമ്മാനങ്ങൾ. അപ്പോൾ വഖദ്ദമ ലഹു അഖാരിബുഹു ആ മഹ്മൂദിന് വേണ്ടിയിട്ട് അവൻ്റെ കുടുംബക്കാരെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ഹദായ സമ്മാനങ്ങളും, വജവായിസ ജവായിസ് എന്ന് പറഞ്ഞാലും സമ്മാനങ്ങൾ എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ മഹ്മൂദ് ആദ്യമായിട്ട് നോമ്പനുഷ്ഠിച്ച ദിവസത്തിൽ അവൻ പുതുപുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പോലെ അവന് വേണ്ടിയിട്ട് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ അവൻ്റെ വീട്ടിൽ പാകം ചെയ്യപ്പെട്ടിരുന്നുവെന്ന് മാത്രമല്ല, അവൻ്റെ കുടുംബക്കാരൊക്കെ വന്നുകൊണ്ട് അവനെ നോമ്പനുഷ്ഠിക്കാൻ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. വജ്തമഅ നാസുൻ കസീറുൻ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുകയും ചെയ്തിരുന്നു. ഇജ്തമഅ ഒരുമിച്ച് കൂടി, നാസുൻ എന്നാൽ ജനങ്ങൾ എന്നാണ് അർത്ഥം, കസീറുൻ ധാരാളം. അപ്പോൾ ധാരാളം ആളുകൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഒരുമിച്ച് കൂടുകയും ചെയ്തിട്ടുണ്ട്. വകാന മഹ്മൂദുൻ ലഹു ഷറഫുൻ വകാന മഹ്മൂദ് ആയിരുന്നു, ലഹു ഷറഫുൻ അവന് ഒരു മഹത്വം ഉണ്ടായിരുന്നു. ഷറഫുൻ എന്നാൽ മഹത്വം
മഹത്വം എന്നാണ് അർത്ഥം. അപ്പോൾ നോമ്പനുഷ്ഠിച്ച ദിവസത്തിൽ എല്ലാവരും അവനെ എല്ലാവരും ശ്രദ്ധിക്കുന്നു, അവനുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ അവൻ്റെ വീട്ടിൽ മഹ്മൂദിന് നല്ല ഒരു മഹത്വം ഉണ്ടായിരുന്നു. കുല്ലുൻ യതഹാദസു മഅഹു വയുഖർരിബുഹു ഇലൈഹി. കുല്ലുൻ എല്ലാവരും യതഹാദസു മഅഹു ആ മഹ്മൂദിനോടൊപ്പം സംസാരിക്കുന്നു. തഹാദസ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു എന്നാണ് അർത്ഥം. കുല്ലുൻ എല്ലാവരും യതഹാദസു മഅഹു അവനോടൊപ്പം സംസാരിക്കുന്നു. വയുഖർരിബുഹു ഇലൈഹി എന്നുള്ളതുപോലെ അവനെ സ്വന്തത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. വയുഖർരിബുഹു ആ എല്ലാവരും ആ മഹ്മൂദിനെ അടുപ്പിക്കുന്നു. ഇലൈഹി അവരിലേക്ക്. ഓക്കെ, അപ്പോൾ നോമ്പനുഷ്ഠിച്ച മഹ്മൂദിനെ എല്ലാവരും പരിഗണിക്കുകയും അവനോടൊപ്പം സംസാരിക്കുകയും അവനെ സ്വന്തത്തിലേക്ക് അടുപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, എന്ന് മാത്രമല്ല വഖദ് സമിഅതു അന്നൽ വലദ ഇദാ സാമ കാന ലിവാലിദൈഹിൽ അജ്റു വസ്സവാബു വ ഉഹിബ്ബു അൻ യനാല അബി വ ഉമ്മിൽ അജ്റ വസ്സവാബ. ഓക്കെ, വഖദ് സമിഅതു തീർച്ചയായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്, അന്നൽ വലദ തീർച്ചയായിട്ടും ഒരു കുട്ടി, ഇദാ സാമ അവൻ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, വലതുൻ എന്നാൽ കുട്ടി എന്നാണ് അർത്ഥം. ഇദാ സോമ അവൻ നോമ്പനുഷ്ഠിക്കുകയാണ് എങ്കിൽ, കാന ലിവാലിദൈഹിൽ അജ്റു വസ്സവാബു. അജ്ർ എന്നാലും സവാബ് എന്നാലും കൂലി, പ്രതിഫലം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ കാന ലിവാലിദൈഹി അവൻ്റെ മാതാപിതാക്കൾക്കുണ്ടാകും അൽ അജ്റു വസ്സവാബു കൂലിയും പ്രതിഫലവും ഒക്കെ ഉണ്ടാകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വ ഉഹിബ്ബു അൻ യനാല അബി വ ഉമ്മി അൽ അജ്റ വസ്സവാബ. വ ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ യനാല അബി വ ഉമ്മി എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ലഭിക്കാനായിട്ട്. ഓക്കെ, നാല എന്ന് പറഞ്ഞാൽ കിട്ടി, ലഭിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അൻ യനാല അബി വ ഉമ്മി എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു. അൽ അജ്റ വസ്സവാബ കൂലിയും പ്രതിഫലവുമൊക്കെ. ഓക്കെ, അപ്പോൾ ഈ കുട്ടി ആരോട് പറയാണ്? സ്വന്തം ഉപ്പയോടും ഉമ്മയോടും പറയാണ്, എനിക്ക് നോമ്പനുഷ്ഠിക്കണം. കാരണം ഏതൊരു കുട്ടി നോമ്പനുഷ്ഠിക്കുകയാണെങ്കിലും അവൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അതിൻ്റെ കൂലി ഉണ്ടാകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഞാൻ കാരണത്താൽ കൂലി ലഭിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഏതായാലും ഇതൊക്കെ കേട്ടപ്പോൾ, സ്വന്തം മകൻ പറയുന്നതൊക്കെ കേട്ടപ്പോൾ ആ ഉമ്മയും ഉപ്പയും നോമ്പനുഷ്ഠിക്കാനായിട്ട് ആ കുട്ടിയെ സമ്മതിക്കുകയാണ്. ഓക്കെ, വഖബില അബി വറളിയത്ത് ഉമ്മി വദഅത് ഉമ്മി അസ്തിഖാഇ വഅത്റാബി ലിസ്സുഹൂരി മഇ ഫബാതു ഫീ ബൈതി വഫി الساعة الرابعة في الليل استيقظنا وقدمت أمي طعاما لذيذا فأكلنا وشبعنا ونمنا قليلا واستيقظنا لصلاة الصبح. ഓക്കെ, ഏതായാലും സ്വന്തം മകൻ്റെ ആവശ്യം കേട്ടപ്പോൾ ഉമ്മയും ഉപ്പയും ഒക്കെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നുവെന്ന് മാത്രമല്ല, സ്വന്തം മകൻ്റെ ആദ്യത്തെ നോമ്പാണല്ലോ, ആ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ആ ഉപ്പയും ഉമ്മയും എന്ത് ചെയ്യാണ്? ഈ മോൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഓക്കെ, ഒന്ന് നോക്കുക. വഖബില അബി, ഖബില എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, വഖബില അബി എൻ്റെ ഉപ്പ ഞാൻ പറഞ്ഞതെല്ലാം സ്വീകരിച്ചു. വറളിയത്ത് ഉമ്മി എൻ്റെ ഉമ്മ തൃപ്തിപ്പെടുകയും ചെയ്തു. റളിയ എന്നാൽ തൃപ്തിപ്പെട്ടു എന്നാണ് അർത്ഥം. അത് ഉമ്മി എന്നുള്ള സ്ത്രീ ആയതുകൊണ്ടാണ് വറളിയത്ത് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വറളിയത്ത് ഉമ്മി എൻ്റെ ഉമ്മ തൃപ്തിപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ നോമ്പനുഷ്ഠിക്കാൻ ഉപ്പ സമ്മതിച്ചു, ഉമ്മയും അതിൽ തൃപ്തിപ്പെട്ടുവെന്നർത്ഥം. എന്ന് മാത്രമല്ല, വദഅത് ഉമ്മി അസ്തിഖാഇ വഅത്റാബി. ദഅ എന്ന് പറഞ്ഞാൽ വിളിച്ചു എന്നാണ് അർത്ഥം. ദഅത്ത് എന്നാലോ ഒരു സ്ത്രീ വിളിച്ചു എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ വദഅത് ഉമ്മി എൻ്റെ ഉമ്മ വിളിച്ചു. ആരെയൊക്കെ വിളിച്ചു? അസ്തിഖാഇ എൻ്റെ കൂട്ടുകാരെ വിളിച്ചു. വഅത്റാബി എൻ്റെ സമപ്രായക്കാരെയും വിളിച്ചു. സ്വദീഖുൻ എന്നതിൻ്റെ ജംആണ് അസ്തിഖാഉൻ, കൂട്ടുകാർ എന്നാണ് അതിൻ്റെ അർത്ഥം. തിർബുൻ എന്നുള്ളതിൻ്റെ ജംആണ് അത്റാബ് എന്നുള്ളത് സമപ്രായക്കാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളുടെ അതേ പ്രായമുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ തിർബ് എന്ന് പറയാറുള്ളത്. അതിൻ്റെ ജംആണ് അത്റാബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ കൂട്ടുകാരെയും എൻ്റെ സമപ്രായക്കാരെയും വിളിച്ചു. ലിസ്സുഹൂരി മഇ
എൻ്റെ കൂടെയുള്ള അത്താഴത്തിന്. സുഹൂർ എന്ന് പറഞ്ഞാൽ അത്താഴം എന്നാണ് അർത്ഥം. നമ്മളെല്ലാവരും നോമ്പിൻ്റെ അവസരത്തിൽ സുബ്ഹിക്ക് മുമ്പ് തന്നെ എണീറ്റിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് അത്താഴമെന്ന് അറബിയിൽ സുഹൂർ എന്ന് പറയാറുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ എൻ്റെ കൂട്ടുകാരെയും സമപ്രായക്കാരെയും വിളിച്ചു വരുത്തി. ഫബാത്തു ഫീ ബൈത്തി, ഫബാത്തു അങ്ങനെ എൻ്റെ കൂട്ടുകാരും എന്നുള്ളതുപോലെ എൻ്റെ സമപ്രായക്കാരുമെല്ലാം രാപ്പാർത്തു. ബാത്ത എന്ന് പറഞ്ഞാൽ രാപ്പാർത്തു, രാത്രി താമസിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഫബാത്തു അവരെല്ലാവരും രാത്രി താമസിച്ചു. ഫീ ബൈത്തി എൻ്റെ വീട്ടിലായിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിലാണ് അവരന്ന് രാത്രി കഴിഞ്ഞത്. കാരണം അടുത്ത ദിവസം സുബ്ഹിക്ക് മുമ്പ് തന്നെ എണീറ്റിട്ട് എൻ്റെ കൂടെ എന്ത് ചെയ്യണം? അത്താഴം കഴിക്കണം എന്നതാണ് ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ആഗ്രഹം. ഓക്കെ, ഏതായാലും അവരെല്ലാവരും എൻ്റെ വീട്ടിലന്ന് കിടന്നുറങ്ങി. വഫിസ്സാഅത്തി റാബിഅത്തി ഫിൽ ലൈലി ഇസ്തയഖൽനാ, അങ്ങനെ സുബ്ഹിക്ക് മുമ്പ് 4 മണിക്ക് ഞങ്ങളെല്ലാവരും എണീറ്റു എന്നാണ് പറയുന്നത്. വഫിസ്സാഅത്തി റാബിഅത്തി 4 മണിക്ക്. റാബിഅത്തി എന്ന് പറഞ്ഞാൽ 4ാമത്തെ എന്നാണ്, സാഅത്ത് എന്ന് പറഞ്ഞാൽ മണിക്കൂർ എന്നാണ് അർത്ഥം. അപ്പോൾ വഫിസ്സാഅത്തി റാബിഅത്തി 4 മണിക്ക്, ഫില്ലൈലി രാത്രിയിലുള്ള 4 മണിക്ക്. ഇസ്തയഖൽനാ ഞങ്ങളെല്ലാവരും എണീറ്റു. ഇസ്തയഖല എണീറ്റു എന്നാണ് അർത്ഥം. ഇസ്തയഖൽനാ എന്ന് പറഞ്ഞാലോ ഞങ്ങൾ എണീറ്റു. അപ്പോൾ വഖദ്ദമത് ഉമ്മി തആമൻ ലദീദൻ, ഖദ്ദമ എന്നാൽ സമർപ്പിച്ചു, നൽകി എന്നൊക്കെയാണ് അർത്ഥമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. വഖദ്ദമത് ഉമ്മി എൻ്റെ ഉമ്മ നൽകി, തആമൻ ലദീദൻ സ്വാദിഷ്ടമായ ഭക്ഷണം നൽകി. ഫഅകൽന അങ്ങനെ ഞങ്ങളെല്ലാവരും ആ ഭക്ഷണം തിന്നു. വശബിഅന ഞങ്ങളെല്ലാവരും വയറ് നിറക്കുകയും ചെയ്തു. അങ്ങനെ അത്താഴത്തിൽ ഞങ്ങളെല്ലാവരും ഉമ്മ നൽകിയിട്ടുള്ള സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുകയും വയറ് നിറക്കുകയും ചെയ്തു. വനിംന ഖലീലൻ അതിനുശേഷം കുറഞ്ഞ സമയം ഞങ്ങൾ ഉറങ്ങുകയും ചെയ്തു. നാമ എന്നാൽ ഉറങ്ങി എന്നാണ്. നിംന ഞങ്ങൾ ഉറങ്ങി, ഖലീലൻ കുറഞ്ഞ സമയം. വസ്തയഖൽനാ ലിസ്വലാത്തി സുബ്ഹി അങ്ങനെ സുബ്ഹിന് മുമ്പ് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഉറങ്ങി. എന്നിരുന്നാലും വസ്തയഖൽനാ ഞങ്ങളെല്ലാവരും എണീറ്റു. ലിസ്വലാത്തി സുബ്ഹി സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുബ്ഹി നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഉണർന്നു. ഓക്കെ, ഏതായാലും ഇതോടുകൂടെ എന്ത് ചെയ്തു? അത്താഴവും കഴിഞ്ഞു, കിടന്നുറങ്ങി, പിന്നെ നിസ്കാരവും കഴിഞ്ഞു. പിന്നീട് ഈ കുട്ടി എന്ത് ചെയ്യാണ്? നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഓക്കെ, ഏതായാലും പകലിൽ ഈ കുട്ടിക്ക് യാതൊരു ക്ഷീണവും ഉണ്ടാകണ്ട എന്ന് കരുതി ഉമ്മമാരും ഉപ്പമാരും എന്ത് ചെയ്യാറുണ്ട്? തീരെ ക്ഷീണമില്ലാത്ത പല ജോലികളും കുട്ടികളെ ഏൽപ്പിക്കാറുണ്ട് അല്ലേ? ക്ഷീണമില്ലാത്ത, എന്നാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യാപൃതനാവുകയാണെങ്കിൽ തീറ്റയും കുടിയും ഒക്കെ മറന്നോളും എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ഉപ്പയും ഉമ്മയും ഒക്കെ കുട്ടികൾക്ക് ചെറിയ ചെറിയ വർക്കുകൾ നൽകാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ അടുത്തത് പറയുന്നത്. വഫിൻ നഹാരി അറാദത് ഉമ്മി അൻ തശ്ഗലനി ഫലാ അദ്കുറുൽ ജൂഅ വൽ അത്ഷ ഫഅമറത്നി ബിഅശ്ഗാലിൻ ലൈസ ഫീഹാ തഅബുൻ وكنت في شغل وحديث مع الاستقاء والأتراب حتى انتصف النهار وما شعرت بجوع ولا عطش. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. വഫിന്നഹാരി പകൽ സമയത്ത്, നഹാറുൻ എന്നാൽ പകൽ എന്നാണ് അർത്ഥം. വഫിന്നഹാരി പകലിൽ, അറാദത്ത് ഉമ്മി എൻ്റെ ഉമ്മ ഉദ്ദേശിച്ചു. അറാദ ഉദ്ദേശിച്ചു, അത് ഉമ്മയായതുകൊണ്ടാണ് അറാദത്ത് എന്ന് പറഞ്ഞത്. ഓക്കെ, അറാദത്ത് ഉമ്മി എൻ്റെ ഉമ്മ ഉദ്ദേശിച്ചു. അൻ തശ്ഗലനി എന്നെ വ്യാപൃതനാക്കാൻ, എന്നെ ജോലിയാക്കാൻ. ഷഗല എന്നാൽ ജോലിയാക്കി അല്ലെങ്കിൽ വ്യാപൃതനാക്കി എന്നൊക്കെയാണ് അർത്ഥം. അൻ തശ്ഗലനി എന്നെ അവൾ ജോലിയാക്കാൻ. എന്തിനു വേണ്ടിയിട്ടാണ് ജോലിയാക്കുന്നത്? മറ്റുള്ള വിഷയങ്ങളിൽ വ്യാപൃതനാക്കുന്നത്. ഫലാ അദ്കുറുൽ ജൂഅ വൽ അത്ഷ ഫലാ അദ്കുറു അപ്പോൾ ഞാൻ ഓർക്കുകയില്ല, അൽ ജൂഅ വൽ അത്ഷ വിശപ്പിനെയും ദാഹത്തെയും. അപ്പോൾ വിശപ്പും ദാഹവും ഒക്കെ ഞാൻ മറന്നു പോകാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിൽ എന്നെ വ്യാപൃതനാക്കാനായിട്ട് എൻ്റെ ഉമ്മ പകൽ സമയത്ത് ഉദ്ദേശിച്ചുവെന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഫഅമറത്നി അപ്പോൾ അവൾ എന്നോട് കൽപ്പിച്ചു. അമറ കൽപ്പിച്ചു. ഫഅമറത്നി എൻ്റെ ഉമ്മ എന്നോട് കൽപ്പിച്ചു. ബി അശ്ഗാലിൻ ചില ജോലികളെ കൊണ്ട്. ഷുഗലുൻ എന്നുള്ളതിൻ്റെ ജംആണ് അശ്ഗാൽ, ജോലികൾ എന്നർത്ഥം. ബി അശ്ഗാലിൻ ചില ജോലികളെ കൊണ്ട്. ലൈസ ഫീഹ തഅബുൻ ലൈസ ഫീഹ ആ ജോലികളില്ല. തഅബുൻ ക്ഷീണമില്ല. അപ്പോൾ ക്ഷീണമില്ലാത്ത ജോലികൾ എന്നെ എൻ്റെ ഉമ്മ ഏൽപ്പിക്കാൻ തുടങ്ങി.
ഓക്കെ. അങ്ങനെ വകുന്തു ഫീ ഷുഗലിൻ, അങ്ങനെ വകുന്തു ഞാനായിരുന്നു, ഫീ ഷുഗലിൻ ചില ജോലികളിലായിരുന്നു, വഹദീസിൻ സംസാരത്തിലുമായിരുന്നു, മഅൽ അസ്തിഖാഇ വൽ അത്റാബി കൂട്ടുകാരോടും സമപ്രായക്കാരോടുമൊപ്പം. അപ്പോൾ കൂട്ടുകാരോടും സമപ്രായക്കാരോടുമൊക്കെ ഒപ്പമായിട്ട് സംസാരിക്കുവാനും അവരോടൊപ്പം ചില ക്ഷീണമില്ലാത്ത ജോലികളിലൊക്കെ ഏർപ്പെടാനും ഞാൻ തുടങ്ങി എന്നർത്ഥം. അങ്ങനെ ഹത്തൻതസഫൻ നഹാറു, അങ്ങനെ പകൽ സമയം പകുതിയായി. ഇൻതസഫ എന്നാൽ പകുതിയായി എന്നാണ് അർത്ഥം. അപ്പോൾ പകൽ സമയം പകുതിയായി എന്ന് പറഞ്ഞാൽ ഉച്ച സമയമായി എന്നർത്ഥം. അങ്ങനെ ഉച്ച സമയമായപ്പോൾ വമാ ശഅർതു ബിജുഇൻ വലാ അതഷിൻ, വമാ ശഅർതു ഞാൻ അനുഭവിച്ചിട്ടില്ല, ശഅറ എന്നാൽ അനുഭവപ്പെട്ടു എന്നാണ് അർത്ഥം. വമാ ശഅർതു എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല, ബിജുഇൻ വലാ അതഷിൻ ദാഹമോ അല്ലെങ്കിൽ വിശപ്പോ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ എൻ്റെ ആദ്യ നോമ്പിൻ്റെ ദിവസം പകുതി വരെയായി, ഉച്ച വരെയായി. അതുവരെ എനിക്കൊരു ക്ഷീണമോ അല്ലെങ്കിൽ ദാഹമോ വിശപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്കതൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല എന്നർത്ഥം. ഓക്കെ. ഇനി ഏതായാലും ഒരു നോമ്പുകാരൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള അവന് ദാഹവും എന്നുള്ളതുപോലെ വിശപ്പുമൊക്കെ വരുന്ന ബാക്കിയുള്ള സമയത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഏതായാലും നമ്മൾ ഈ പാഠഭാഗത്ത് അല്പം ചില വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ പുതിയ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യമായി ഫുത്തൂറുൻ എന്നാൽ നോമ്പ് തുറ, ത്വലബ ആവശ്യപ്പെട്ടു, സോമ നോമ്പെടുത്തു, അൻ അസൂമ ഞാൻ നോമ്പെടുക്കാൻ, ലാ തസ്ബിറു നീ ക്ഷമിക്കുകയില്ല, ജൂഉൻ വിശപ്പ്, അതഷുൻ ദാഹം, സ്വൈഫുൻ ചൂടുകാലം അതിൻ്റെ ഓപ്പോസിറ്റാണ് ഷിതാഉൻ തണുപ്പുകാലം, ബക കരഞ്ഞു, ബകൈതു ഞാൻ കരഞ്ഞു, സിന്നുൻ വയസ്സ് പ്രായം, അസ്ഗറു ഏറ്റവും ചെറിയവൻ, ഇൻതളറ കാത്തിരുന്നു, അന്തളിറു ഞാൻ കാത്തിരിക്കുന്നു, ലബിസ ധരിച്ചു, ലിബാസുൻ വസ്ത്രം, ജദീദുൻ പുതിയ, സ്വനഅ പാകം ചെയ്തു ഉണ്ടാക്കി, സുനിഅ പാകം ചെയ്യപ്പെട്ടു, ത്വആമുൻ ജംഉ അത്ഇമത്തുൻ ഭക്ഷണം, ലദീദുൻ ലദീദത്തുൻ രുചിയുള്ള, ഖദ്ദമ സമർപ്പിച്ചു നൽകി, അഖാരിബ് കുടുംബക്കാർ, ഹദിയത്തുൻ ജംഉ ഹദായ ജായിസത്തുൻ ജംഉ ജവായിസ് സമ്മാനം, ഷറഫുൻ മഹത്വം, തഹാദസ സംസാരിച്ചു, യതഹാദസു സംസാരിക്കുന്നു, ഖറബ അടുപ്പിച്ചു, യുഖരിബു അടുപ്പിക്കുന്നു, അജ്റുൻ സവാബുൻ കൂലി പ്രതിഫലം, നാല കിട്ടി, ഖബില സ്വീകരിച്ചു, റളിയ തൃപ്തിപ്പെട്ടു, സ്വദീഖുൻ ജംഉ അസ്തിഖാഉൻ കൂട്ടുകാരൻ, തിർബുൻ ജംഉ അത്റാബുൻ സമപ്രായക്കാരൻ, സുഹൂറുൻ അത്താഴം, ബാത്ത രാപ്പാർത്തു രാത്രി താമസിച്ചു, ഷബിഅ വയറ് നിറച്ചു, നിംന ഞങ്ങൾ ഉറങ്ങി, ഷഗല ജോലിയാക്കി വ്യാപൃതനാക്കി, ഷുഗലുൻ ജംഉ അഷ്ഗാലുൻ ജോലി, തഅബുൻ ക്ഷീണം, ഇൻതസഫ പകുതിയായി, ശഅറ അനുഭവപ്പെട്ടു. അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.